ഹായ് ഹലോ. പോക്കിമോനെ ഫസ്റ്റ് വാങ്ങാൻ പോകുന്നതിന് മുന്നേ നമ്മളെ മനസ്സിലൊരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡോഗിനെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ആ ഡോഗിനെ എപ്പോഴും അകത്തൊക്കെ കയറ്റാൻ പറ്റണം. അപ്പോൾ വലിയ ബ്രീഡാവുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ചെറിയൊരു ബ്രീഡിലേക്ക് വരാനുള്ള മെയിൻ കാരണം. ഫസ്റ്റ് ഞാൻ പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഷിറ്റ്സൂനായിരുന്നു. ഭയങ്കര ക്യൂട്ടാണല്ലോ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് മുടിയൊക്കെ കെട്ടി കൊടുക്കാം, പുറപ്പടിച്ച് കൊടുക്കാം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് പെട്ടെന്ന് സ്കിന്നിനൊക്കെ അസുഖം വരാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഈ ബീഗിളിൻ്റെ ബ്രീഡ് ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള 2 ഡോഗ്സ് ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെയാണ് ആ ബീഗിളിൻ്റെ ഞാൻ കുറച്ച് മീൻസ് ഫെമിലിയർ ആയിട്ടുണ്ടായിരുന്നു ആ ബ്രീഡിനെ കുറിച്ചിട്ട്. അങ്ങനെ അന്വേഷിച്ചപ്പം ഓക്കെ അതാണ് നല്ലതെന്ന് തോന്നി. അങ്ങനെ ആണ് നമ്മൾ ബീഗിളിനെ ഇവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അത് വാങ്ങാൻ എത്തിച്ചതൊക്കെ വേറൊരു കഥയാണ്. അത് ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ പറയാം. വൺസ് എത്തിച്ച സമയത്ത് നമുക്ക് കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. നമ്മൾ ജസ്റ്റ് ഫോട്ടോസിൽ മാത്രമല്ലേ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത് വന്നപ്പോൾ ഭയങ്കര ക്യൂട്ട് പപ്പിയായിരുന്നു. നല്ല കണ്ണും കുഞ്ഞു മുഖവും വലിയ കണ്ണൊക്കെ ആയിട്ടുള്ള. അപ്പോൾ വീട്ടിൽ പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളതൊക്കെ സെറ്റായി. അപ്പോൾ ആദ്യം പിന്നെ പെഡിഗിരി കാര്യങ്ങളൊക്കെ മീൻസ് പെഡിഗിരി അല്ല, റോയൽ കനാലിൻ്റെ ഫുഡാണ് ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ. അപ്പം ഇപ്പം അത് മെല്ലെ മാറ്റിയിട്ട് ഞാൻ കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ചോറും ചിക്കനും അതോടൊപ്പം തന്നെ മറ്റേ പ്രോട്ടീൻ റിച്ച് ആയിട്ട് വേറെ ഫുഡും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളായിട്ട് എല്ലാവരുടെ നല്ലോണം ഒന്ന് മിങ്കിളായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 2 മന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവരിപ്പോൾ കുറച്ച് മിങ്കിളാവാൻ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പം കടി കുറച്ച് കുറഞ്ഞ് വരുന്നുണ്ട്. ആദ്യം ഭയങ്കര കടിയോട് കടി, ആരെ കാലും നിലത്ത് വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആര് നോക്കുമ്പോൾ കാലും മുകളിലായിരിക്കും ഉണ്ടാവുക. ഇപ്പം കുറച്ച് അങ്ങനെ കടിക്കുന്നൊന്നുമില്ല. ഇപ്പം മോനെ തന്നെ കണ്ടില്ലേ, മോൻ ഇരുന്നിട്ട് മോൻ്റെ കൈയൊന്നും കടിക്കുന്നൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കുറഞ്ഞ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ട്രെയിനിങ് കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം യൂഷ്വലി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 3 മന്ത്സ് കഴിഞ്ഞാലാണ് പ്രോപ്പർ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ 2 മന്ത് ആകുമ്പോഴത്തേക്ക് പോക്കിമോൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനിയും കാരണം നമുക്കിതൊരു ടൈമാണ് മെയിനായിട്ട് വേണ്ടത്. ടൈമും കൺസിസ്റ്റൻസിയും ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റും. ഒരു ഡോഗ് ട്രെയിനറെ അടുത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഇപ്പോൾ ഈവൻ ഡോഗ് ഷോനൊന്നും കൊണ്ടുപോകുന്നില്ലേ, നമുക്ക് തന്നെ അത്യാവശ്യമുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ കൊടുക്കാൻ പറ്റും. അപ്പം നിങ്ങളെങ്ങനെയാണ് വീട്ടിൽ ഡോഗ്സിനൊക്കെ ട്രെയിനിങ് കൊടുത്ത ആൾക്കാരാണോ? ഒന്നും ജസ്റ്റ് കമൻറ്റിൽ പറയണേ എങ്ങനെയാണ് കൊടുത്തതെന്നൊക്കെ ഉള്ളത്. ഞാൻ ജസ്റ്റ് യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് ഓരോ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇപ്പം ഞാനൊരു കമാൻഡ് പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഈവൻ മോൻ പറഞ്ഞാൽ പോലും പൂക്കിക്കുട്ടൻ ഇപ്പം നേരത്തെ കണ്ടില്ലേ, ഫുഡ് കഴിക്കുന്ന സമയത്ത് മോൻ പറയുന്നുണ്ട്, സ്റ്റേ എന്ന് പറയുന്ന സമയത്ത് പൂക്കി മോനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആര് പറഞ്ഞാലും കേൾക്കും. അപ്പം പിന്നെ കുറേ നേരം ഇങ്ങനെ പൂക്കിമോനും മോനും കൂടെ കളിക്കും കേട്ടോ. അത് നമുക്കൊരു സമാധാനം. ഈവനിങ് ആയിക്കഴിഞ്ഞാൽ യൂഷ്വലി TV ഒക്കെ ആയിരുന്നു കാണാറുണ്ടായിരുന്നത്. ഇപ്പം സ്കൂളൊക്കെ വിട്ട് ഉറങ്ങി എണീച്ച് വന്നു കഴിഞ്ഞാൽ പൂക്കീനെ എടുക്കും, പൂക്കീൻ്റെ കൂടെ കുറേ നേരം കളിക്കും. പിന്നെ ആണ് മറ്റേ പഠിത്തം കാര്യങ്ങൾക്കൊക്കെ വരുന്നത്. പക്ഷേ ഇതുണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു കുട്ടി എന്ന നിലയിൽ അവരെ മീൻസ് നമുക്ക് ആ പൂക്കി വന്നതിന് ശേഷവും ബിഫോറുമുള്ള കുട്ടികളുടെ ബിഹേവിയറിൽ തന്നെ ഭയങ്കര വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം എപ്പോഴും കുട്ടികളായിട്ട് ഭയങ്കരമായിട്ട് മിങ്കിളായി പോകുന്ന ഒരാളാണ് ഡോഗ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അത്രയും നല്ലൊരു ബോണ്ട് വന്നു രണ്ടാളും തമ്മിലൊക്കെ. കണ്ടോ പൂക്കിയുടെ വായെന്നൊക്കെ എടുക്കുന്നത്. പിന്നെ ചെറുപ്പം നമ്മളതൊക്കെ ശീലിക്കണം കേട്ടോ. നമ്മൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്ലേറ്റിലൊക്കെ കൈയിട്ട് എടുത്ത് നീക്കി കൊടുത്തൊക്കെ ചെറുപ്പം യൂസ്ഡ് ആവണം. കാരണം ബീഗിൾ എന്ന് പറഞ്ഞാൽ കുറച്ച് അഗ്രസീവുള്ള ടൈപ്പ് അല്ലേ.